വൈദേശിക അധിനിവേശത്തിന്റെയും വ്യാപാര ബന്ധങ്ങളുടെയും നാടാണ് കോഴിക്കോട്. കോഴിക്കോട് എന്നും ഇടതുപക്ഷത്തോടും UDF-നോടും മാറി മാറി കൂറുപുലർത്തുന്നു. ഇക്കുറി MK രാഘവൻ UDF സ്ഥാനാർത്ഥിയായി 3ാം അംഗത്തിനിറങ്ങുമ്പോൾ കോഴിക്കോട് MLA പ്രദീപ് കുമാറിനെയാണ് ഇടതുപക്ഷം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മത്സരം തീപാറുമെന്ന് ഉറപ്പ്. കോഴിക്കോടിന്റെ കാഴ്ചകൾ തേടിയാണ് നാടറിഞ്ഞ് നാട്ടാരെ അറിഞ്ഞ് ഒരു ഇലക്ഷൻ യാത്ര. കോഴിക്കോട് ബീച്ചിൽ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. തിളച്ചുമറിയുന്ന രാഷ്ട്രീയ ചൂടിൽ കോഴിക്കോടിന് എന്താണ് പറയാനുള്ളത്? ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാലമാണല്ലോ. അതെ, തെരഞ്ഞെടുപ്പ് കാലത്ത് കോഴിക്കോട് സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? GST, നോട്ട് നിരോധനം ബിസിനസ് മൊത്തത്തിൽ ബാധിച്ചിട്ടുണ്ട്. അതന്നെയാണ് മെയിൻ. എന്താ ഒരു കാൽക്കുലേഷൻ? എന്താ ഇവിടുത്തെ ഇപ്പോൾ കാൽക്കുലേഷൻ പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഫൈറ്റാണ്. നരേന്ദ്രമോദിനെ ഇറക്കാന്നുള്ള, കേന്ദ്രത്തിനെ ഇറക്കാന്നുള്ള, CPM തോക്കാന്നുള്ള ഈക്വൽ നല്ല ഫൈറ്റ്. ഇവിടെ ശരി രണ്ടും നല്ല, പ്രദീപകുമാറും രാഘവൻ രണ്ടും നല്ല കാൻഡിഡേറ്റാണ്. കോഴിക്കോട് എന്താ സ്ഥിതി? ഇപ്പോഴുള്ള അടുത്തുണ്ടായിട്ടുള്ള വിവാദങ്ങളൊക്കെ വലിയ രീതിയിൽ ബാധിക്കും. ഈ ഇലക്ഷൻ അനുബന്ധിച്ചുള്ള ന്യൂസ് അതിനത്ര വാല്യൂ കാണുന്നുള്ളൂ. ഒരു പൈസ കൊടുത്തതായിട്ടല്ലല്ലോ കാണുന്നു. പൈസ കൊടുക്കട്ടെ, ഒരു സ്ഥലത്തിൻ്റെ കച്ചവടത്തിന് ഒരാൾ വരുന്നു, ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു വിഷയത്തിന് വലിയ വൾഗർ ഇത് ഈ സമയം എന്തുകൊണ്ട് ചെയ്ത് ഇത്ര സമയം ഉണ്ടായിട്ട്? അതായത് മൂപ്പയാളെ ഇമേജിനെ 10 കൊല്ലം മൂപ്പയാൾ ഉണ്ടാക്കിയ, രാഷ്ട്രീയത്തിലുണ്ടാക്കിയ മൂപ്പയാളതായിട്ടുള്ള ആ ഇമേജിനെ, മൂപ്പയാളതായിട്ടുള്ള ആ കഴിവിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ വിഷയം ഇട്ടിട്ട് ആളുകളെ പ്രഷർ ചെയ്യും. ഇവിടുത്തെ ഒരു ഇലക്ഷൻ്റെ ചൂട് എങ്ങനെയുണ്ട്? ഇലക്ഷൻ്റെ ചൂട് പ്രദീപകുമാർ തീർച്ചയായിട്ടും ഇവിടെ വിജയിക്കണം. നാടിൻ്റെ വികസനത്തിനും മണ്ണിൽ ചവിട്ടി നിന്ന് വിവരങ്ങൾ അറിയാനും ജനങ്ങളായിട്ട് ഇടവൈകിയിട്ടുള്ള കഴിവുള്ളൊരു മനുഷ്യനാണ്. പിന്നെ രാഹുൽ ഗാന്ധിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്താ വെച്ചാൽ ഈ മോദിക്കെതിരെയുള്ളൊരു രാഷ്ട്രീയമാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം ശക്തമായിട്ടുള്ളൊരു മുന്നോട്ട് കൊണ്ടു കൊടുത്ത് അതിനൊരു വെലുങ്ങ് ഇടാമെന്നുള്ളതാണ് രാഹുൽ ഗാന്ധിൻ്റെ തീരുമാനം. അപ്പോൾ അതിനോട് വളരെ വിയോജിപ്പുണ്ട്. ഇത് എത്രത്തോളം ബാധിക്കാൻ സാധ്യതയുണ്ട്? ബാധിക്കുമല്ലോ. മൊത്തം ദേശീയാടിസ്ഥാനത്തിൽ മോദിക്കെതിരെ ഇവിടെയുള്ള ആളുകൾ പറയുന്നത് അതിനെതിരായിട്ടാണല്ലോ രാഹുൽ ഗാന്ധിയുടെ നീക്കം. രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് പുലിമട പോയിട്ടാണ്, ഇവിടെ അല്ല. ഇവിടെ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ളൊരു നീക്കമാണ് രാഹുൽ ഗാന്ധി. പ്രത്യേകിച്ച് അയാൾ ഇന്നലെ പറഞ്ഞു എന്ന് പറഞ്ഞു മറ്റേ CPM ആയിട്ട് എനിക്കൊന്നും പറയാനില്ല എന്ന് പറയാനുണ്ടാവില്ല, രാഷ്ട്രീയപരമായിട്ട് പറയാനുണ്ടാവില്ല. ഇവിടെ പ്രദീപകുമാർ വിജയിക്കണം. പിന്നെ ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. BJPക്ക് ഇവിടെ നിലതൊടാതെ തന്നെ പറക്കുക, ഒരു നിൽക്കും ഇവിടുന്ന് രക്ഷപ്പെടാൻ സാഹചര്യമില്ല. അധ്വാനിച്ചുണ്ടാക്കിയ കാശ് ഒരു ഭാഗത്ത് ക്യൂ നിന്ന് വാങ്ങുന്ന സാഹചര്യം നടക്കുമ്പോൾ രാജ്യത്തിൻ്റെ കാവൽക്കാരൻ കാവൽ നിൽക്കുന്നതിന് ബദല് വിദേശ സന്ദർശനം ടൂറായിരുന്നു. 5 വർഷക്കാലം 2000 കോടി രൂപ രാജ്യത്തിൻ്റെ പൊതുമുതൽ ഉപയോഗിച്ചിട്ട് നിലത്തുമല്ല ആകാശത്തുമല്ലാത്ത രീതിയിൽ ടൂർ നടത്തുമ്പോൾ രാജ്യത്തെ സാധാരണക്കാരുടെ വിഷയങ്ങൾ മനസ്സിലാക്കാൻ കാവൽക്കാരന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലംപരിശാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. രാഹുൽ ഗാന്ധിൻ്റെ നേതൃത്വത്തിൽ ഒരു ശക്തമായ മന്ത്രിസഭ ഇന്ത്യയുടെ ജനാധിപത്യം കാക്കാൻ വരും എന്ന പ്രതീക്ഷയോട് കൂടിയാണ് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ നിൽക്കുന്നത്. ഈ ബീച്ചിന്റെ ഒരു സൗന്ദര്യവൽക്കരണമൊക്കെ നടന്നിട്ടുണ്ട്. ഇതിപ്പോ ഈ ഭംഗി നമ്മളാണ്, ഗവൺമെന്റും കോർപ്പറേഷനും ഒന്നല്ല. ഗവൺമെന്റ് ഇങ്ങനെ മാറി മാറി ഇങ്ങനെ പോവുക, കുറെ ആൾക്ക് പൈസ ഉണ്ടാക്കുക, കുറെ ആളെ കള്ളനാക്കുക, ഇതാണ് വരെ ഭംഗി. അതിന് നിങ്ങൾക്ക് ഇതിന് നല്ല ലാഭം. ഈ ചാനലായിരിക്കും ഇങ്ങനെ കാണിച്ചെടുക്കുക ജോലി. ഈ ഭരണം വളരെ മോശമാണ്, കേന്ദ്ര ഭരണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊരു കാര്യമില്ല. എന്തെങ്കിലും കിട്ടി ഇപ്പൊ ഞാൻ എനിക്കാണെങ്കിൽ ചൂല് വാങ്ങാൻ പറ്റില്ല, ഇപ്പൊ ഒന്നും തരുന്നില്ല. നരേന്ദ്രമോദി നോട്ട് പിൻവലിച്ചതിന് ശേഷം ശരിക്കും ആരോടും ചോദിക്കാനും പറ്റില്ല, ഒന്നും കിട്ടൂല. അത്രയും കഷ്ടപ്പെടാം. പാവങ്ങൾ കഷ്ടപ്പെടുക മാത്രമല്ല, മുതലാളിമാരാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടും. അങ്ങനെ നമ്മൾ ഓടി ഓടി ബേപ്പൂരെത്തി. ബേപ്പൂർ എന്ന് പറഞ്ഞാൽ ഒരു പ്രാചീന തുറമുഖമാണ്. ബേപ്പൂരിന്റെ ഖ്യാതി ഉരു നിർമ്മാണത്തിലാണ്. എന്താണ് ഉരു എന്നല്ലേ? വാ കാണിച്ചു തരാം.
കാലിഫോർണിയയിലേക്ക് ചരക്കിറക്കാൻ പോണ ഉരുവാണെന്ന് ഗഫൂർ ഖാ ദോസ്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഉരുവാണ് ഈ കാണുന്നത്. എന്താ അടുത്ത ഉരുവിന്റെ ഒരു പ്രത്യേകത എന്താ? ഗുരുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ളതാണത്. അതാണ് ഇവിടെ പൂർവികമായിട്ട് ബേപ്പൂർ തന്നെയാണ് ഇതിൻ്റെ ശരിയായ ആസ്ഥാനം. അങ്ങനെയാണ് ഇപ്പോഴും ബേപ്പൂർ ഇങ്ങനെ പണി തുടങ്ങിക്കൊണ്ട് നിൽക്കുന്നത്. പ്രാചീന കാലം മുതൽ ഇത് ഇവിടെ ഉണ്ടല്ലോ അല്ലേ? എത്രയോ കാലം മുതൽ ഞങ്ങൾക്ക് ഓർമ്മക്കണ കാലത്ത് ഉണ്ട് ഇവിടെ. ഇത് ഇടയ്ക്ക് രണ്ടെണ്ണം ഖത്തറിലേക്കാണ്. എന്തിനാണ് ഇത് ഉപയോഗിച്ച്? ചരക്ക് ഗതാഗതത്തിനാണോ? എങ്ങനെയാണ്? പണ്ട് കാലങ്ങളിലൊക്കെ ഇത് ചരക്കിന് ഉപയോഗിച്ചിരുന്നത്. ഇപ്പം ലക്ഷറി ബോട്ടായിട്ട് ഉപയോഗിക്കാനായിട്ട്. ലക്ഷറി ബോട്ടാണല്ലേ? ഇത് ഇങ്ങനെ തന്നെയാണ്? ഇതിന് എന്തൊക്കെ ഇനി മാറ്റം വരുത്താൻ പോകുന്നപ്പോ? അല്ലെങ്കിൽ ഇല്ല, ഇതൊക്കെ ഒരു 40% ഇനി 60% വർക്ക് ഇനിയും ബാക്കി കിടക്കുക. ശ്രീധരട്ട് എത്ര കാലമായിട്ട് ഈ മേഖലയിലുണ്ട്? നമ്മൾ ചെറുപ്പം വരെ തന്നെ, വേറെ ഒരു പണിയില്ല. തന്നെ ഗൾഫിലുണ്ടായിരുന്നു പറഞ്ഞു. ഗൾഫിൽ പോയി. ഗൾഫിൽ അബുദാബി, ഖത്തർ, ഒമാൻ, പലയിടത്തും കാരണം ഇപ്പോൾ ഇവിടെ തന്നെ എത്തി. എത്ര കാലത്തൊരു അധ്വാനം ഉണ്ട് ഒരു ഉരു നിർമ്മിക്കാൻ? ഇതിന് 1.5 വർഷമാണ് ഒന്നിന് കണക്ക്. എങ്ങനെയാ ഇതിന്റെ ഒരു അധ്വാന ശേഷിക്ക് എങ്ങനെയാ വേണ്ടി വരിക? അധ്വാനം നമുക്ക് നല്ല അധ്വാനം തന്നെ. കുറച്ചപ്പോൾ ഞാൻ ഇപ്പോൾ 9 കൊല്ലം ഇവിടെ അധ്വാനം തന്നെ ഉള്ളൂ. ശരിക്കും ഇറക്കണ വരെയും ഇറക്കലൊക്കെ ഞങ്ങൾ തന്നെ കലാശാലപ്പുറം ഞങ്ങളുടെ മുന്നിലുണ്ടാവുള്ളൂ. ഒരു പ്രായപ്പെട്ട ആളുകളായില്ല ഇപ്പോൾ. ഓരോ ഇത് തലമുറ ഇനി വരുന്നില്ല. കലാസി തലമുറ അല്ലേ? അതില്ല, അതൊക്കെ ഇനി കഴിഞ്ഞു പോയി. ഇപ്പോൾ കുറഞ്ഞ ആളുകൂടി ഉണ്ട്. അവർ കഴിഞ്ഞപ്പോൾ കലാസിന്റെ ഇത് കഴിഞ്ഞു. ആരൊക്കെ ജയിക്കാൻ എന്ത് സാധ്യത? ഇവിടെ മാർക്കസ് ജയിക്കും. അതെ, കോഴിക്കോട്. വേറെ വല്ലതും പറയാൻ പറ്റില്ല. പിന്നെ ബിജെപിന്റെ വോട്ട് കൂടും. കാരണം ഭക്തരെ ഒരു പ്രശ്നം വന്നില്ല, അതുകൊണ്ടാണ്. വൈദേശിക വ്യാപാര ബന്ധങ്ങളുടെ ചരിത്രമുണ്ട് കോഴിക്കോടിന്, ബേപ്പൂരിനെ പ്രത്യേകിച്ചും. ഈ ഒരു നിർമ്മാണ കേന്ദ്രത്തിൽ നിന്നും അടുത്ത ഇടം തേടി യാത്ര തുടരുകയാണ്. ബേപ്പൂരിൽ നിന്ന് മടങ്ങും വഴി കുട്ടികളുടെ ഒരു ഫുട്ബോൾ പരിശീലന കേന്ദ്രം കണ്ടു. ഇവിടെ ധാരാളം കുട്ടികൾ പരിശീലിക്കുന്നുണ്ട്. മലബാറിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഒരു വികാരം തന്നെയാണ്. നൈനാൻവളപ്പ് പോലെയുള്ള സ്ഥലമുള്ള മണ്ണാണ് കോഴിക്കോട്. നൈനാൻവളപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രസീൽ, അർജന്റീന അതുപോലുള്ള ടീമുകൾക്ക് പുറമെ ഏറ്റവും താഴേക്കിടയിലുള്ള, അതായത് ഏറ്റവും ദുർബലരായ ടീമുകൾക്ക് വരെ ആരാധകരുള്ള നാടാണ് നൈനാൻവളപ്പ്. ആ നൈനാൻവളപ്പിന്റെ മണ്ണാണ് ഈ കോഴിക്കോട്. സ്വാഭാവികമായും ഫുട്ബോൾ ഇവിടുത്തെ മനുഷ്യരുടെ രക്തത്തിൽ അലിഞ്ചേർന്ന ഒന്നാണ്. ഇത് ബെറുങ്ങനിട്ട് തട്ടാനുള്ള പന്തല്ല, ഭൂഗോളാണ്. നല്ലോണം തട്ടിയാലേ ഇത് അന്യം കൊണ്ട് ലോകം ചുറ്റും. നിത്യമുരുളും ഭൂമി ഇതെന്നോ കാലമേകിയ കാൽ തൊഴിയാലേ പട്ടിയുരുളും പന്തിനു പിൻപേ ഓടിയണയും കാലുകളിവിടെ ആശയാലെ നിരാശകളാകെ. കുട്ടികളുടെ ഇപ്പം വെക്കേഷൻ അതിനെ കൊണ്ട് ആഴ്ചയിൽ 5 ദിവസമാണുള്ളത്. പിന്നെ പ്രാദേശികമായി നടക്കുന്ന ടൂർണമെൻറ്റുകളും കാര്യങ്ങളും ഉണ്ട്. അതിൽ പങ്കെടുക്കുക, കുട്ടികളെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ മെയിൻ ഉദ്ദേശം. കളിക്കുന്നുണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രായത്തിൽ മെയിനായിട്ട് ഡെവലപ്മെൻ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. ഇവിടെ റിസൾട്ട്സിന് വലിയ പ്രാധാന്യമില്ല, ഒരു കളി ജയിച്ചോ തോറ്റോ എന്നുള്ളത്. ഒരു കുട്ടീനെ 4 വിഭാഗത്തിലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. മെസ്സി ഫാൻസ് ഉണ്ടോ? ബേപ്പൂരിൽ നിന്നും നമ്മളെത്തിയിട്ടുള്ളത് വെള്ളയിൽ ഹാർബറിലാണ്. ഇലക്ഷൻ്റെ ഒക്കെ ഒരു ചൂടിലേക്ക് വന്നിട്ടുണ്ടോ? ഇങ്ങനെ പോകുന്നുണ്ട്. 2 കൂട്ടരും ഇങ്ങനെ വമ്പിച്ച ഇതായി ഭയങ്കര മത്സരമാണ്. എന്തൊക്കെയാണ് പ്രചരണത്തിൽ പ്രചരണത്തിൽ ഇപ്പോൾ 5 കോടിൻ്റെ ഇതിന് മുന്നേ 20 കോടിയാണ് പറഞ്ഞത്, ഇപ്പോൾ 5 കോടിയാണ് പറയുന്നത്. അയാൾ അമ്മക്ക് അയാൾ എടുക്കില്ല എന്ന് ഇതല്ല. 10 കൊല്ലത്തിൻ്റെ മുന്നേ ഇവിടെ MP അയക്കുന്നത് ഒരാളോട് നല്ല കാര്യം ചെയ്ത ആളാണ്. നമ്മൾ 6 വർഷം പറ്റി നമ്മൾ ഞാൻ മത്സ്യത്തൊഴിലാളാണ്. ഈ 6 വർഷം പറ്റി നല്ല കാര്യമാണ് പറഞ്ഞത്.
ഇവിടെ ഇതിന് മുന്നേ എഴുതുവച്ച 2 പ്രാവശ്യം ഇവിടെ ഭരിച്ച അധികാരത്തിൽ വന്ന് അസംബ്ലിയിൽ നമ്മൾ ആർവറിൻ്റെ ശരിയാക്കി തരാൻ പറഞ്ഞു 26 കോടിയിട്ട് പാസ്സായെന്ന് പറഞ്ഞു. അതിനെപ്പറ്റി ഈ ആർവർ നന്നാക്കിയിട്ടില്ല, പിടിച്ചിട്ടുമില്ല. 2 പാർട്ടിക്കാരും ബലാബലാണ്. കെ രാഘവനാണ് മുൻഗണന. ഇപ്രാവശ്യം മറ്റേ പ്രതികുമാറിന് വലിയ ചാൻസ് ഒന്നും കാണില്ല. കാരണം ഏതായാലും തുല്യത, എല്ലാവരും തുല്യ ശക്തികളാണ്. രണ്ടാളും നല്ല മത്സരം നടത്തി. ഇവിടെ കെ രാഘവനാണ് ഇവിടെ മുൻഗണനയിലുള്ളത്. പിന്നെ രാഘവേട്ടന് കരയേണ്ട ആവശ്യമൊന്നുമില്ല. രാഘവേട്ടന് പിന്നിൽ ഒരുപാട് കുട്ടികൾ കളിക്കാണ്ട്, അത് കളിക്കും. ഈ പ്രാവശ്യം നമ്മളെ കളിയിലെ റോട്ടുമ്മൽ കളിയാണ്. നമ്മളെ പാർട്ടിക്ക് വേണ്ടി, കോൺഗ്രസിനും വേണ്ടിയിട്ട് നല്ല കളി കളിക്കും. രാഘവേട്ടന് ഞാൻ എങ്ങനെ എന്ത് ചാറടിക്കുകയാണെങ്കിലും രാഘവേട്ടൻ എനിക്ക് ഒരു ക്ഷീണം ഉണ്ടാവില്ല. ക്ഷീണം നമ്മൾ കാട്ടൂല. അങ്ങനെയാണ്. കരിഞ്ഞോട്ടെ പ്രശ്നമില്ല, ധൈര്യത്തിൽ നിന്നാൽ മതി. മൂപ്പര് ധൈര്യമാണ് നമ്മളെ ധൈര്യം. ഹാട്രിക്ക് അടിപ്പിക്കും നമ്മൾ. മൂപ്പര് അടിക്കുന്നില്ല, നമ്മൾ അടിപ്പിക്കും. ഇവിടുത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ആവശ്യം ഇവിടുത്തെ മൊത്തം ജനങ്ങൾ രാഘവൻ്റെ പിന്നിലുണ്ടാവും. കാരണം ഈ വെള്ളയിൽ ഫിഷിംഗ് ഹാർബറിന് വേണ്ടി എല്ലാ അമ്പല കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയും രംഗത്തിറങ്ങിയപ്പോൾ ഒരേ ഒരു പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ ഇതിൽ സഹകരിക്കാതെ, ഇവിടുത്തെ CPM. പിന്നെ ഈ ഭരണം കിട്ടിയപാട് നമ്മളെ കയറി വരുന്നൊരു ഫ്ലക്സ് വെച്ചിരുന്നു. UDF സർക്കാർ അലങ്കോലമാക്കിയ വെള്ളയിൽ ഫിഷിംഗ് ഹാർബർ എത്രയും പെട്ടെന്ന് നന്നാക്കുന്നു. പിറ്റത്തെ വർഷം 21 കോടി രൂപ പാസ്സായി നേരിട്ട് ഒരു ഫ്ലക്സ് വെച്ച്. അത് കഴിഞ്ഞ് 2018 വെച്ച് 21 കോടി രൂപ പാസ്സായി നേരിട്ട് ഒരു ഫ്ലക്സ്. ഇപ്പോൾ 50 കോടി രൂപ പാസ്സായി നേരിട്ട് ഒരു ഫ്ലക്സ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 50 കോടി നേരം 2-3 മാസമായിട്ടുള്ളൂ. പക്ഷെ 1 കോടി പോയിട്ട് 1 ഉറുപ്പിക നേരത്തെ കിട്ടിയില്ല. കോൺഗ്രസ് പ്രധാനമന്ത്രി ആവണം. ഈ മോഡിൻ്റെ ഭരണം ഈ നാട്ടിൽ നിന്ന് പോകണമെന്നുള്ള എല്ലാ ജനങ്ങൾക്കും ആഗ്രഹമുണ്ട്. പക്ഷെ കോൺഗ്രസ് ഒരിക്കലും അധികാരത്തിൽ വരില്ല. മോഡിക്ക് ഇനി ഒറ്റക്ക് അധികാരത്തിൽ വരില്ല. മോഡിക്ക് 20 സീറ്റിൻ്റെ കുറവുണ്ടെങ്കിൽ, 20 പാർലമെൻറ്റ് MP മാരെ കുറവുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ 20 പാർലമെൻറ്റ് MP മാരെ വിലക്കെടുത്തിട്ട് പോലും മന്ത്രിസഭ ഉണ്ടാക്കും. അതാണ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സ്ഥിതി. BJP ഇന്ന് തുടക്കടിച്ചിരിക്കുക. എന്ത് ഓല് കോൺഗ്രസ്സുകാർ ജയിച്ചോട്ടെ. 20 MP മാരെ ഓല് വിലക്കെടുത്തിട്ട് കോൺഗ്രസിൻ്റെ MP മാരെ മാത്രം വിലക്കെടുത്തിട്ട് ഓല് മന്ത്രിസഭ ഉണ്ടാക്കും അല്ലേ? കോൺഗ്രസ് അല്ലാണ്ട് വേറെ നമ്മളാരും ചെയ്തതൊന്നുമല്ല. ഓല് തന്നെ ഓലെ MP മാർ തന്നെ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി ആ സ്ഥിതിവിശേഷം ഓല് തന്നെ ഉണ്ടാക്കിയതാണ്. ബാബറി മസ്ജിദ് പൊളിച്ച് അങ്ങനെ ന്യൂനപക്ഷങ്ങളെ എതിരാക്കി. അപ്പോൾ ആരാണ് ഹിന്ദുക്കളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്? അതിനുള്ള മത്സരം അപ്പോൾ അവിടെ നടക്കണേ. മോഡി ഇത്ര പൊട്ടുത്താണെങ്കിൽ രാഹുൽ ഗാന്ധി ഇത്ര വലിയ പൊട്ടും. മോഡി 2 അമ്പലത്തിൽ പോകണേ, രാഹുൽ ഗാന്ധി 4 അമ്പലത്തിൽ പോകണേ. ഇതാണ് അവിടുത്തെ സ്ഥിതി. അത് ഇവിടെ ഉള്ള ആൾക്ക് മനസ്സിലായി. ഇവിടെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ ലീഗുകാർ കുറച്ചുണ്ട്. ഓർക്ക് എങ്ങനെയും പാർലമെൻറ്റ് 2 MP കിട്ടണം. അതിൽ ഇനിയിപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വേണമെങ്കിൽ ഒരു മന്ത്രി കിട്ടണം. അത്രേ ഉള്ളൂ വിചാരം. വേറെ അവിടുത്തെ സ്ഥിതി എന്താണ്, അതെന്താണ്, ഇതെന്താന്നുള്ള വ്യത്യാസമൊന്നും ഓൽക്കില്ല. ഓൽക്ക് കേരളത്തിലെ സ്ഥിതി മാത്രമേ ഉള്ളൂ. വെള്ളയിൽ നിന്നും മടങ്ങുകയാണ് അടുത്ത ഇടത്തേക്ക്. എന്തായാലും രണ്ടുപേരും ജയിക്കും എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് വരുന്നത്. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വിരുദ്ധമായ വികാരം പൊതുവെ ഈ ഹാർബറിൽ പ്രകടമാണ്. ഇലക്ഷൻ യാത്ര എത്തി നിൽക്കുന്നത് കോഴിക്കോടിന്റെ മിഠായി തെരുവിലാണ്. സഞ്ചാര സാഹിത്യകാരൻ SK പൊറ്റക്കാടിന്റെ പ്രതിമയാണിത്. ഇവിടെ നിന്നും ആരംഭിക്കാം മിഠായി തെരുവിലൂടെയുള്ള നടത്തം. ഇവിടെ തെരഞ്ഞെടുപ്പ് കാലൊക്കെ ആയാലോ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ? എങ്ങനെ രാഘവൻ ജയിക്കും മറ്റൊരു ജയിക്കും എന്നുള്ള ആദ്യം തന്നെയാണ്. എന്തായാലും രാഘവൻ ജയിക്കും. ഈ ഇപ്പൊ ഉണ്ടായിട്ടുള്ള വിവാദം അതൊന്നും വിഷയമില്ല. അയാള് നല്ല ഇതുകൊണ്ട് അയാൾ ജയിക്കും. എന്താ സ്ഥിതി? സ്ഥാനാർത്ഥികളെ കുറിച്ച് എന്താ അഭിപ്രായം? സ്ഥാനാർത്ഥികൾ രണ്ടാളും നല്ല പ്രതികരണമാണ്. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് കണ്ടറിയണം. ആര് ജയിക്കുന്നുള്ളൂ ഒന്നും പഠിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. രണ്ടാളും ഇതിനു വേണ്ടിയിട്ട് കുറെ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇലക്ഷൻ ട്രെൻഡിലേക്ക് കോഴിക്കോട് മാറിയിട്ടുണ്ടോ? കോഴിക്കോട് പോയിട്ടുണ്ട്. പ്രചരണമൊക്കെ ആരംഭിച്ച് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ട് മുന്നണികൾ എന്തൊക്കെ പറയുന്നത്? പ്രധാനമായിട്ട് ഇപ്പോൾ പറയുന്നത്, ഇപ്പോൾ നമ്മുടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ ഒരു അഴിമതി ആരോപണം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ടോക്കാണ് എല്ലായിടത്തും കേൾക്കുന്നത്. പിന്നെ BJP ഇവിടുത്തെ സ്ഥാനാർത്ഥി ജയിലിലായ വിഷയമുണ്ട്. പിന്നെ ഉള്ളത് LDFിന്റെ സ്ഥാനാർത്ഥി നല്ലോണം പ്രചരണം നടത്തുന്നതാണ് കേൾക്കുന്നത്. ആര് ജയിക്കാനാണ് സാധ്യത? ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് തേനൊഴുകണ കോഴിക്കോട്, കടലമ്മ മുത്തണ കര കോഴിക്കോട്, അലുവ മനസ്സുള്ളൊരീ കോഴിക്കോട്, വേണേ കണ്ടോളി ചങ്ങായി നമ്മടെ കോഴിക്കോട്, കായവറുത്ത് കരാടോ കറുമുറ. SM സ്ട്രീറ്റിലെ
ഏറ്റവും ആകർഷകമായിട്ടുള്ളതാണ് ഈ അലുവ കച്ചവടം. ഓറഞ്ച്, ചക്ക, ഇത് പച്ചമുളക്, കോഴിക്കോട് പച്ചമുളക് പുതിയ ഐറ്റാണ്. പിന്നെ ഇത് മിക്സർ ഫ്രൂട്ട്, അത്തിപ്പോയ ആപ്രിക്കോട്ട്, പച്ചമുളകിന്റെ ടേസ്റ്റ് വരും. അത്തിപ്പോയ ആപ്രിക്കോട്ട്. പിന്നെ ഏറ്റവും ടേസ്റ്റുള്ള അലുവ ഒന്നും കൂടി ഉണ്ട്, തേങ്ങാപ്പാലുണ്ടാകണല്ലേ? തേങ്ങാപ്പാൽ കോതമ്പോ കഴിച്ചോളൂ. ഈ കച്ചവടമൊക്കെ ഉണ്ടോ അവിടെ മൊത്തം? കച്ചവടം തെറ്റില്ല, വലിയ മോശമൊന്നുമില്ല. ഇപ്പൊ സീസണല്ലേ, അതിന്റെ രസം ബാധിച്ചിട്ടുണ്ട്, എല്ലാവർക്കും ബാധിച്ചിട്ടുണ്ട്. കച്ചവടം വളരെ മോശമാണ്. ആളുകൾ മേടിക്കാനും സാമ്പത്തിക ടൈറ്റല്ലേ, അങ്ങനെ ഉണ്ടാവില്ലല്ലോ. കൊടുവള്ളിയിൽ നിന്നും നരുക്കുനിയിലേക്ക് പോകുന്ന വഴി കാവലുമാരം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഇങ്ങനൊരു ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടു. പാലോറമല പ്രദേശവാസികൾ വോട്ട് ബഹിഷ്കരിക്കുന്നു. ഇത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയല്ല എന്നും ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ഇതിന്റെ കാരണമെന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. എന്താ പ്രശ്നം? എന്താ ശരിക്കും ഇവിടെ ഈ മലൻ്റെ പേര് പാലോറ മല എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ശരിക്കും പാലൂറും മല എന്നാണ് ശരിക്കും. ഈ മലൻ്റെ താഴ്വരലൊക്കെ ഇപ്പോഴും ചെറിയ ഓസ അങ്ങോട്ട് ഇട്ടാൽ താനേ വെള്ളം അങ്ങോട്ട് വരും. അതുകൊണ്ട് ഇവിടെ ഈ കാണുന്ന ഈ ആളുകളൊക്കെ അധികവും ആശ്രയിക്കുന്നത് ഇതാണ്, വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം വെള്ളമില്ല. പിന്നെ ഇതിൻ്റെ മുകളിൽ വലിയൊരു റിസോർട്ടൊന്നും വരുന്നതെന്ന് ഞങ്ങളോടാരും പറഞ്ഞിട്ടില്ല. നേരത്തെ പറഞ്ഞ ഇവിടെ ഒരു സ്കൂൾ വരിക എന്നാണ്. സ്കൂൾ വരുന്നതിനെ കൊണ്ട് ഇപ്പോൾ നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് 30 ഏക്കർ സ്ഥലത്ത് 7000 ആൾക്കാർക്ക് ഒരേ സന്ദർഭത്തിൽ ഇരുന്നിട്ട് പരിപാടി സന്ദർശിക്കാനും ചെയ്യാനുമുള്ള ഒരു വലിയൊരു റിസോർട്ടാണ് വരുന്നത് എന്നൊക്കെ ഞങ്ങൾ കേട്ട്. അപ്പോഴാണ് കരിഞ്ചോല പ്രശ്നം ഉണ്ടായത്. അപ്പം ഞങ്ങൾ ആകപ്പാടെ ഉരുള് പൊട്ടി. 14 എണ്ണം പോയില്ലേ. ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയക്കാരും വന്നിട്ട് 24 മണിക്കൂർ ഞങ്ങളൊപ്പം ഉണ്ടാവുന്നൊക്കെ വന്ന് എല്ലാ മോഹനസുന്ദര വാഗ്ദാനങ്ങളൊക്കെ നൽകി. പിന്നെ ഞങ്ങൾ പോലെ ആരെയും കണ്ടിട്ടില്ല. അതേ സന്ദർഭത്തിൽ ഹൈക്കോടതി ഇപ്പം ഞങ്ങളോട് കനിഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് ഒരു സ്റ്റേ. ഇപ്പോൾ അവർ അതിൻ്റെ നേരെ മുകളിലേക്ക് പോയിട്ടുണ്ട്. ഏതായിരുന്നാലും ഞങ്ങളും അതിൻ്റെ പുറകെ പോവുക. അല്ലാതെ ഞങ്ങളിവിടെ പിറന്നല്ലേ, ഈ നാട്ടിൽ പിറന്നത് കൊണ്ട് ഞങ്ങൾക്ക് മരിക്കുന്നത് വരെ ഇവിടെ ജീവിക്കണം, വരുന്ന തലമുറക്കും ജീവിക്കണം, ഈ ഒരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. രാഷ്ട്രീയക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല. എന്ത് രാഷ്ട്രീയക്കാർ? ഓൽക്കപ്പം എന്ത്, ഓൽക്കൊന്നുമില്ലല്ലോ ഇതില്ലേ. രാഷ്ട്രീയയുടെ നമ്മളേട് ഞമ്മക്കൊന്നും ഉണ്ടാവില്ല. എന്നുവെച്ചാൽ നമ്മളത് പോട്ടെ, ഞങ്ങളെ കാലങ്ങൾ കഴിയാൻ പോകും. എത്രയും വയസ്സായില്ല, എല്ലാവരും 10-45 വയസ്സ് 50 വയസ്സായ ആണുങ്ങളും പെണ്ണുങ്ങളും ഇവിടെ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഈ പൈതങ്ങൾ പൊങ്ങി വരുമ്പോൾ ഇവരെ ഭാവി എവിടേക്കാണ് മാത്രമേ ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ, അല്ലാതെ ഞങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ഇത് ഗവൺമെൻറ് അനുകൂലമുള്ള വോട്ടായതിനെ കൊണ്ട് അന്നേ ദിവസം ഞങ്ങൾ പോകില്ല എന്നുള്ള തർക്കുത്തരൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഇതിന് വോട്ടിന് ഇവിടുന്ന് മേലധികാരികൾ വന്നിട്ട് ഇതിനെന്താ വേണ്ടിയെന്ന് വെച്ചാൽ ചെയ്താൽ ഞങ്ങൾ പോകും. അല്ലേ ഒരൊറ്റ കുട്ടി ഇറങ്ങൂല, ആരും ഇവിടുന്ന് വന്ന് ചോദിച്ചിട്ടും കാര്യമില്ല. ഞങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ തന്നെ ഇപ്പോൾ പേടി കൊണ്ടാണ് ഞങ്ങൾ ഓരോരോ ദിവസവും കഴിഞ്ഞു പോകുന്നത്. അസുഖങ്ങളായിട്ടും ഈ വേനലിൽ പോലും അസുഖങ്ങളാണ് വരുന്നത് മുമ്പോട്ട്. അപ്പോൾ ഒരു മഴയും കൂടി വന്നാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾ പണ്ട് ജീവിച്ചതുപോലെ തന്നെ. അതാണ് ഞങ്ങളുടെ ആവശ്യം. വോട്ട് ബഹിഷ്കരണം അത്ര ആശാസ്യമായ സംഗതിയല്ല ജനാധിപത്യത്തിൽ. പക്ഷേ മറ്റൊരു മാർഗമില്ല എന്നുള്ള തരത്തിലാണ് പാലോറ മലക്കാർ പറയുന്നത്. എന്തായാലും ഇവിടെ നിന്ന് യാത്ര തുടരുകയാണ് താമരശ്ശേരിയിലേക്ക്. ഇനി യാത്ര കരിഞ്ചോലമലയിലേക്കാണ്. താമരശ്ശേരിക്കടുത്ത് കട്ടിപ്പാറയിലാണ് കരിഞ്ചോലമല. കഴിഞ്ഞ പ്രളയകാലത്ത് കരിഞ്ചോലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ചത് 14 പേരാണ്. കരിഞ്ചോലമലയിലെ അപകടത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടവരുണ്ട്. അത്തരത്തിലാണ് ഈക്ക. എന്താണെന്നുണ്ടായി? രാത്രിയെ കനത്ത മഴകളുണ്ട്. പക്ഷെ നിങ്ങളൊന്നും വരും എന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ കനത്ത മഴ ഉള്ളത് കൊണ്ട് ഞങ്ങൾ വാതിലൊക്കെ അടിച്ചപ്പോൾ അകത്ത് നിന്ന് ഇങ്ങനെ ഇരുന്നതാണ്. അങ്ങനെ പിന്നെ പല ശബ്ദങ്ങളും ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ആടുന്ന് വീടുന്നൊക്കെ ഇങ്ങനെ പൊട്ടുകളും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു 4-4:30 മണിക്ക്
ആണ്. പിന്നെ ഒറ്റ കല്ലുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ എന്തോ ഒരു ശബ്ദമാണ്, പിന്നെ ഒരു പുകയും, ഇതിലൊട്ടാകെ ഒരു പുകയും, തമ്മമ്മൽ പോലും കാണാതെ കോലത്തിലുള്ളൊരു പുക അങ്ങോട്ട് വന്നിട്ട്, എന്താ ഈ മല കല്ലിങ്ങനെ ഇടിഞ്ഞ് വന്നിട്ട് ആ കല്ലിൻ്റെ പൊടിയായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇപ്പോഴും. അങ്ങനെ പോകാൻ തമ്മക്കാണ്. പിന്നെ ഞങ്ങൾ വേഗം അകത്തേക്ക് പോയി ഭാര്യ അടിച്ച് കുട്ടികളെല്ലാം കൂടി മനം ജീവുകയാണ്, നമുക്ക് ഒന്നായിട്ട് പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ കുത്തിയിരുന്നു. പിന്നെ ടെന്നുള്ള ശബ്ദങ്ങളാണ് കേൾക്കുന്നത്. എങ്ങോട്ടും രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഒരു മാർഗവും കാണുന്നില്ല. അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ ആട്ടും വെള്ളവും ഇങ്ങോട്ടും വെള്ളവും, പിന്നെ ഈ ശബ്ദം ഒട്ടാകെ നോക്കുമ്പോൾ നിങ്ങൾ പറയേണ്ട ഇങ്ങനെ മല ഒന്നായിട്ട് പറഞ്ഞു വരുമ്പോഴാണ് തോന്നുന്നത്. ഇങ്ങനെ തെങ്ങൊക്കെ ഇങ്ങനെ കുറേ ഇങ്ങോട്ട് നെരുങ്ങി പോന്നിട്ടാണ് പിന്നെ മറിഞ്ഞ് വീഴുന്നത്. എല്ലാം കൂടി ആയപ്പോൾ പിന്നെ പൂത്ത നിലവില്ല, അതിനൊന്നും ഓർമ്മയില്ല. ആ കോലത്തിലങ്ങായിട്ട് ബാക്കിയുള്ളവരൊക്കെ വീടൊക്കെ ഒരുങ്ങുക. വീടുകളൊക്കെ മിക്ക ആളുകൾക്കും എല്ലാവർക്കും വീടുകൾ, ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ഇവർക്കൊക്കെ വീടുകൾ കൊടുക്കും. അങ്ങനെയാണ് കഴിഞ്ഞത്. ശരി, സന്തോഷം സംസാരിച്ചത്. തിളച്ചുമറിയുന്ന കടൽ പോലെ പ്രക്ഷുബ്ധമാണ് കോഴിക്കോടിന്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. വികസന വിഷയങ്ങൾക്കൊപ്പം വിവാദങ്ങളും ഇവിടെ വലിയ ചർച്ചയാണ്. കോഴിക്കോടിന്റെ കാറ്റ് ആർക്കനുകൂലമായി വീശുമെന്ന് കാത്തിരുന്നു കാണാം. നാടറിഞ്ഞ് നാട്ടാരെ എറിഞ്ഞ് ഒരു ഇലക്ഷൻ യാത്ര അടുത്ത മണ്ഡലത്തിലേക്ക്.